ISROയുടെ ബഹിരാകാശ കവാടമായ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സെഞ്ചുറിയുടെ തൊട്ടരികിൽ നാളെ പുലർച്ചെ നടക്കുന്ന GSLV F-15 വഹിക്കുന്ന NVS-2വിൻ്റെ വിക്ഷേപണത്തോടെ ബഹിരാകാശത്തിൽ 100 വിക്ഷേപണങ്ങൾ പൂർത്തിയാക്കുന്ന രാജ്യമായി ഇന്ത്യ മാറും. വിക്ഷേപണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ISRO അറിയിക്കുന്നു. 5, 4, 3, 2, 1, 0. ചെന്നൈയിൽ നിന്ന് 80 കിലോമീറ്റർ വടക്കുമാറിയുള്ള ശ്രീഹരിക്കോട്ട ദ്വീപ് 1970 മുൻപ് അങ്ങനെ ഒരു പ്രദേശം ഒട്ടും പ്രസിദ്ധമായിരുന്നില്ല. എന്നാൽ ഇന്ന് 5.5 പതിറ്റാണ്ടിനിപ്പുറം ISRO എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് ശ്രീഹരിക്കോട്ടയും സതീഷ് ധവാൻ സ്പേസ് സെന്ററുമാണ്. ആന്ധ്രയുടെ കിഴക്കൻ തീരത്ത് ജനവാസം കുറവുള്ള വലിയ പ്രദേശം, ഭൂമധ്യരേഖയോട് ചേർന്നുള്ള സ്ഥലം, 27 കിലോമീറ്റർ നീളമുള്ള തീരം. ശ്രീഹരിക്കോട്ട ISROയുടെയും ചരിത്രത്തിൻ്റെയും ഭാഗമാക്കപ്പെട്ടു. തുമ്പയിൽ നിന്ന് ചെറിയ വിക്ഷേപണങ്ങൾ നടത്തിയിരുന്ന ISRO സൂര്യനെയും ചന്ദ്രനെയും ചൊവ്വയെയും ഒക്കെ പഠിക്കാനുള്ള യാത്ര തുടങ്ങിയതും തുടരുന്നതും ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. 1971 ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള ആദ്യ റോക്കറ്റ് വിക്ഷേപണം. ഉപഗ്രഹ വിക്ഷേപണത്തിന് പിന്നെയും സമയമെടുത്തു. അന്ന് ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നായിരുന്നു സെന്ററിന്റെ പേര്. പിന്നീട് മുൻ ISRO ചെയർമാനും വിഖ്യാത എയ്റോസ്പേസ് എഞ്ചിനീയറുമായ സതീഷ് ധവാന്റെ പേര് നൽകപ്പെട്ടു. പ്രധാന വിക്ഷേപങ്ങളുടെ പട്ടികയെടുത്താൽ ആദ്യത്തേതേതെന്ന് എളുപ്പം പറയാനാകില്ല. ചന്ദ്രയാൻ, മംഗൾയാൻ, ആദിത്യ, SRE തുടങ്ങി ഒടുവിൽ സ്പേസ് ഡോക്കിംഗ് എന്ന ചരിത്ര മുഹൂർത്തത്തിനും കവാടമായത് സതീഷ് ധവാൻ സ്പേസ് സെന്ററാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള 2 സമഗ്രമായ വിക്ഷേപണ സമുച്ചയങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒപ്പം മിഷൻ കൺട്രോൾ സിസ്റ്റവും. GSAT N2 payload deploy confirmed. And there goes GSAT N2. You just heard that call out and you can see the satellite moving away from the second stage on your screen right now. NVS-2ന്റെ വിക്ഷേപണം നാളെ രാവിലെ 6:23 ഗഗൻയാൻ, ശുക്രയാൻ, 4ാം ചന്ദ്രയാൻ, ബഹിരാകാശ നിലയ നിർമ്മാണം തുടങ്ങി വരാനിരിക്കുന്ന വെല്ലുവിളികൾക്കും പദ്ധതികൾക്കുമൊക്കെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന് നിർണായക പങ്കുണ്ടാകും. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. എന്തായാലും ആ അഭിമാന നേട്ടത്തിലേക്ക് നാളെ കടക്കുകയാണ് ISRO. ഇന്ത്യക്കും അഭിമാനം. ISRO സല്യൂട്ട്.